A very good morning, dear students. Hope all is well that ends well. Let's face this situation with great determination and goodwill. Don't lose your hope, be patient, and let's pray for a good future for every one of us. We have been discussing the essay Gender Justice and Media written by Ammu Joseph for the last 3-4 days. And we have gone through many points that was discussed in the essay. What are those interrelated aspects related to the topic, that is gender justice and the media. Then Ammu Joseph focusing on the main topic, that is gender representation in news media. And then Ammu Joseph goes on to analyze the GMMP data of 2010 and 2015 edition, where she finds out that women are unequally, or women is unequally represented in the news media, because only 24% women are shown in the news media according to the GMMP data. Then she says that gender sensitive journalism is the solution for this unfair representation of women. Then she introduces a new concept, that is gender budgeting, that was introduced by P. Chidambaram in the Union Budget of 2005 and 2006. And you know what is gender budgeting. Then Vibhuti Patel analyzes the Union Budget of 2007 and 8, and she shows some loopholes in that budget. Here we have stopped. So we always think that the price of cooking oil is only aspect of budget that affects women, but all other aspects like healthcare services, agriculture sector, everything, even defense expenditure has the impact on women's lives. So here the problem arises when we do not recognize this fact. What? This lack of understanding is mainly because of the traditional narrow view of politics. ഇങ്ങനെ നമ്മളെ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കുള്ള കാരണം എന്താണ്? നമ്മൾ പൊളിറ്റിക്സിനെ അങ്ങനെ ഒരു ട്രഡീഷണൽ വ്യൂ ആയിട്ട് കാണുന്നതുകൊണ്ടാണ്. വിച്ച് ഈസ് ജനറലി റിഫ്ലെക്റ്റഡ് ഇൻ മീഡിയ. അത് മീഡിയയിലും കാണാം. മീഡിയ ആക്സെപ്റ്റ് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻസ് ഡൈക്കോട്ടമി. ഡൈക്കോട്ടമി മീൻസ് ദ ഡിവിഷൻ ബിറ്റ്വീൻ ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്ഫിയർ. സോ ഒരു ക്വസ്റ്റ്യനും ഒന്നുമില്ലാതെ ഈ പ്രൈവറ്റും പബ്ലിക് സ്ഫിയറിനെയും എന്താണ് ഒരു ഫാൾസ് ഡൈക്കോട്ടമിയാണ്, ശരിക്കുള്ള റിയൽ ഡിവിഷനൊന്നുമല്ല. അത് എന്താണ്, വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻസ് ദേ ആർ ആക്സെപ്റ്റിംഗ് ദിസ് ഡിവിഷൻ. വി കൺസിഡർ പബ്ലിക് സ്ഫിയർ ആസ് പൊളിറ്റിക്കൽ and private as apolitical. Moreover, the public sphere is for men and private domestic sphere is for women. That's our belief. ഈ ബിലീഫ് കൊണ്ടാണെന്നാണ് നമുക്ക് വിമനെ എങ്ങനെ ബാധിക്കും, ഇങ്ങനെ ബഡ്ജറ്റ് കാര്യങ്ങളും മറ്റുള്ള ന്യൂസൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കും. പക്ഷേ അതിൻ്റെ മെയിൻ കാരണം എന്താണ്, ഈ ഒരു ട്രഡീഷണൽ നാരോ ബിലീഫ് നമ്മളെല്ലാവരും മനസ്സിലുണ്ട് എന്നാണ്. ഈ പൊളിറ്റിക്സ് എന്തിനാണ് വിമന്, പൊളിറ്റിക്സിനോട് ഒരു ബന്ധമില്ലാത്ത വിമൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൈവറ്റായിട്ട് അഫയേഴ്സ്, ഹോംലി അഫയേഴ്സ്, അതായിരിക്കും അവരെ ബാധിക്കുന്നത്. മറ്റ് സീരിയസ് പൊളിറ്റിക്സ് ഒന്നും അവരെ എഫക്റ്റ് ചെയ്യൂല എന്നുള്ള ഒരു ധാരണയാണ് പൊതുവേ നമ്മളെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നത്. പിന്നെ ഈ ഒരു എന്താണ്, ദ പബ്ലിക് സ്ഫിയർ ഈസ് ഫോർ മെൻ ആൻഡ് പ്രൈവറ്റ് സ്ഫിയർ ഈസ് ഫോർ വിമൻ, ഇങ്ങനെയുള്ളൊരു ബിലീഫിനെ അമ്മു ജോസഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പ്രോമിനൻറ്റ് എക്സാമ്പിൾ കൊണ്ടുവരികയാണ്. എന്താണ്, നമ്മളെ നാട്ടിൽ ഇലക്ഷൻ്റെ സമയത്ത് സാധാരണയായ സ്ത്രീകൾ പോളിംഗ് ബൂത്തിൻ്റെ മുന്നിൽ വരി നിൽക്കുന്നതും, അല്ലെങ്കിൽ ഈ റാലീസിൽ ഇലക്ഷൻ ടൈമിൽ നടക്കുന്ന റാലീസിൽ വിമൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യുക. അല്ലാതെ but no media has given enough importance to these women's responses and opinions as voters. ഒരിക്കലും എന്താണ് ഈ വോട്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസോ അല്ല അവരുടെ കാഴ്ചപ്പാടോ അവരുടെ അഭിപ്രായമോ ഒരു മീഡിയയും ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മളും ഈ മീഡിയയും എന്താണ് വിശ്വസിച്ചിരുന്നത്, പൊളിറ്റിക്സ് റാദർ സോ കോൾഡ് സീരിയസ് പൊളിറ്റിക്സ് ആർക്ക് വേണ്ടിയിട്ടാണ്, മെന്നിന് വേണ്ടിയിട്ടാണ്. ഈസ് നോട്ട് എ വിമൻസ് കപ്പ് ഓഫ് ടീ. വിമൻസിന് പറ്റിയതല്ല, സ്ത്രീകൾക്ക് പറ്റിയതല്ല, അത് പുരുഷന്മാർക്കുള്ളതാണ്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ജെൻഡർ അവെയർനെസ് ഇൻ ദ ന്യൂസ് റൂം.
ഇതൊക്കെ സംഭവിക്കാനുള്ള മെയിൻ കാരണം എന്താണ്? നമുക്കൊരു അവെയർനെസ് ഇല്ല, ജെൻഡർ അവെയർനെസ് ഇല്ല എന്നതാണ് അമ്മു ജോസഫ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്? സ്ത്രീ ശാക്തീകരണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കൊണ്ടുവരും അവർ അജണ്ടയായിട്ട്, അല്ലെങ്കിൽ അവർ മാനിഫെസ്റ്റോ ആയിട്ട്. പക്ഷേ അതിനെക്കുറിച്ച് അവരോടാരും ചോദ്യം ചെയ്യാറില്ല. എന്താണ് ടേമിനെ കുറിച്ച്, എന്താണ് അവർ ആക്ച്വലി ദേ മീൻ അബൌട്ട് ഇറ്റ്, എന്താണ് അതിനുവേണ്ടി അവർ പ്ലാൻ ചെയ്തത് എന്നും ആരും അവരോട് ചോദിക്കില്ല. അല്ലെങ്കിൽ അവർ എന്താണ് ഈ ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, എന്താണ് സ്ക്യൂഡ് സെക്സ് റേഷ്യോ. സ്ക്യൂഡ് മീൻസ് പെട്ടെന്ന് മറിയുന്ന സെക്സ് റേഷ്യോ, അല്ല മെയിൽസ് തമ്മിലുള്ള റേഷ്യോ ആണ് സെക്സ് റേഷ്യോ. പിന്നെ വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ, അങ്ങനെ ഷോക്കിംഗ് ഹൈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്സ്, പ്രസവ സമയത്ത് കൂടുതലും സ്ത്രീകൾ മരിച്ചു പോകുന്ന കാര്യങ്ങൾ, വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ. ഇതിനെക്കുറിച്ചൊന്നും ഈ പോളിസീസിനെ, അവർ കൊണ്ടുവരുന്ന പോളിസീസിനെ കുറിച്ച് ആരും ഇവരോട് ചോദിക്കാറില്ല. ഈ പാർട്ടിസിപ്പൻസിനോട്, ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരോട് ആരോടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല. എന്തുകൊണ്ടാണ്? ജെൻഡർ അവെയർനെസ് ആരും മനസ്സിലുമില്ല. ഇങ്ങനെയുള്ള ഒരു അവെയർനെസ് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. സോ അമ്മു ജോസഫ് പറയാണ്, ഈവൻ ദോ വർക്ക്ഷോപ്പിൽ അവർ ജെൻഡറിനെ കുറിച്ചാണ് മെയിൻ ടോപ്പിക് എങ്കിലും ഷീ സേസ് ദാറ്റ് ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്നത് ജെൻഡർ ലെൻസ് മാത്രമല്ല, എല്ലാ ലെൻസിലൂടെയും നോക്കണം എന്നാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ എക്സ്പീരിയൻസ്, എങ്ങനെ അത് ബാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പീപ്പിൾ ബിലോങ് ടു ഡിഫറെൻറ്റ് കാസ്റ്റ്, ക്ലാസ്, റേസ്, എത്നിസിറ്റി മീൻസ് വംശീയപരമായിട്ടുള്ള, റിലീജിയൻ, കമ്മ്യൂണിറ്റി. സോ ഇങ്ങനെയുള്ള എല്ലാ പെർസ്പെക്റ്റീവ്സും ഉൾപ്പെടുത്തണം എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. In the concluding session, the author mentions that although the gender lens is important ആണെങ്കിലും it is equally important look at news and current affairs with many other lens. ജെൻഡർ ലെൻസ് കൂടാതെ ബാക്കി എല്ലാ ലെൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് അതെങ്ങനെ ജനങ്ങളുടെ ജീവിതങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതും കൂടി നോക്കണം. ജസ്റ്റ് ജെൻഡർ ലെൻസ് മാത്രമല്ല. ഹെൻസ് അലോങ് വിത്ത് ജെൻഡർ ലെൻസ് വി ഷുഡ് ഓൾസോ ഗിവ് ഇമ്പോർട്ടൻസ് ടു ക്ലാസ്, കാസ്റ്റ്, റേസ്, റിലീജിയൻ ആൻഡ് സോ ഓൺ. ഇങ്ങനെയുള്ള എല്ലാ ലെൻസും ഉൾപ്പെടുത്തണം എന്നാണ് അമ്മു ജോസഫ് അഭിപ്രായപ്പെടുന്നത്. ഹെൻസ് ഷീ ഓൾസോ മെൻഷൻസ് ദ ഡെവലപ്മെൻറ്റ് ജേർണലിസം which links to improve the conditions of people and think about the development lens to understand the impact of various issues on the disadvantaged sections of the society. സോ ഇവിടെ ഷി മെൻഷൻസ് ദ ഡെവലപ്മെൻറ്റ് ജേർണലിസം. അതൊരു ഡെവലപ്മെൻറ്റ് ജേർണലിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് അബൌട്ട് സോഷ്യൽ, കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്. വെറും എക്കണോമിക് പരമായിട്ടല്ല, സോഷ്യലായിട്ടും കൾച്ചറലായിട്ടും പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസം. അത് ഹ്യൂമെയിൻ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരിതാണ് ഡെവലപ്മെൻറ്റ് ജേർണലിസം. അത് ഇറ്റ് ഓൾസോ എംപവർ പീപ്പിൾ ഓഫ് ഏറ്റവും താഴ്ന്നടിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവരെ വോയിസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് ജേർണലിസം. ദേ ട്രൈ ടു ഇംപ്രൂവ് ദെയർ കണ്ടീഷൻസ്. ഈ താഴ്ന്ന ലോവർ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ, പാവപ്പെട്ടവരുടെ ജീവിതങ്ങളെ അവരുടെ വോയിസ് കേൾപ്പിക്കാനും പിന്നെ അവരുടെ ലൈഫ് മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസം ട്രൈ ചെയ്യുന്നത്. സോ ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസം അത്യാവശ്യം എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. ആൻഡ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസം കൊണ്ടുവന്നാൽ നമുക്കെന്താണ്, ഓരോരോ ഇഷ്യൂ, നമ്മളെ സമൂഹത്തിലുണ്ടാകുന്ന ഓരോരോ ഇഷ്യൂ എങ്ങനെയാണ് സമൂഹത്തിലെ ഏറ്റവും പുവർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റീനെ എങ്ങനെ ബാധിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. ഷീ ഓൾസോ ടെൽസ് ദാറ്റ് വിമൻ ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹോമോജീനിയസ് ഓർ അലൈഡ് ഗ്രൂപ്പ്. പിന്നെ അതേപോലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീയെല്ലാം കൂടി ഒറ്റൊരു സമൂഹമായിട്ട് കണക്കാക്കരുത്. ഹോമോജീനിയസ് മീൻസ് സെയിം ഗ്രൂപ്പ്. ബിക്കോസ് ഓരോ സ്ത്രീനെ എടുത്താൽ അവർക്കുള്ള എക്സ്പീരിയൻസും അവർക്കുള്ള കാഴ്ചപ്പാടും വളരെ വ്യത്യാസമായിരിക്കും. ചിലപ്പം സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, പിന്നെ കോംപ്ലെക്സ് കോമ്പോസിഷൻ ഓഫ് സൊസൈറ്റി, ദാറ്റ് ഈസ് ക്ലാസ്, റേസ്, റിലീജിയൻ, ഏജ്, ഗ്രൂപ്പ്, ലൊക്കേഷൻ ആണെങ്കിൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിലും ഡിഫറൻസ് ഉണ്ട്. റൂറൽ, ഏർബൻ, മെട്രോ, സ്മോൾ ടൗൺ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, അങ്ങനെ ഓരോരോ സ്ത്രീകൾക്കും ഓരോരോ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് മാറ്റങ്ങളുണ്ടാവും. സോ അവരെ കാഴ്ചപ്പാടുകളും മാറ്റമുണ്ടാവും. സോ എല്ലാം ഉൾപ്പെടുത്തണം. സോ വിമൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒറ്റൊരു ഗ്രൂപ്പിലേക്ക് പെടുത്താതെ ഓരോരോ വിമനും ഓരോരോ എക്സ്പീരിയൻസ് ഉണ്ട്,
അതെല്ലാം നമ്മളെ ന്യൂസിന് ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളത് എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. ഡിഫറെൻറ്റ് categories and sections of women are those who belong to variety of social, economic, ethnic, cultural background. So the gender lens should incorporate the experience of all these different categories. എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ഇതെല്ലാം ഉൾപ്പെടുത്തണം. All these different categories and sections of women. Media should also make sure that women's voices and opinions over different issues are heard. അപ്പോൾ മീഡിയ എന്താണ് ഉറപ്പ് വരുത്തണം, എന്താണ് എല്ലാ വിമൻ്റെയും വോയിസ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. എല്ലാ ഇഷ്യൂസും വെറും എന്താണ് ഈ ഒരു പ്രൈവറ്റ് സ്പിയർ മാത്രമല്ല, എല്ലാ വിഷയത്തിലും വിമൻ്റെ ഒപ്പീനിയൻ കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു അവരൊരു ഉറപ്പ് വരുത്തണം. നോ ടോപ്പിക് ഈസ് ബാൻ ടു വിമൻ. ഒരു ടോപ്പിക്കും അവർ ബാൻഡ് അല്ല. They can talk about politics, business, sports, climate, science and technology. So എല്ലാ കാര്യങ്ങളും അവർക്ക് സംസാരിക്കാനുള്ള ഒരു റൈറ്റ് കൊടുക്കണം. മീഡിയയിൽ അവരുടെ വോയിസ് കേൾപ്പിക്കണം എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. So if the media does not recognize this importance of gender or this importance of gender lens, they will never be able to report on events impartially or holistically. സോ ഇങ്ങനൊരു എന്താണ് ജെൻഡർ ലെൻസിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ എന്ത് ഈവൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരിക്കലും അത് ഇമ്പാർഷ്യലായിട്ട് അല്ലെങ്കിൽ ഹോളിസ്റ്റിക്കലി ആയിട്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ജസ്റ്റ് ഒരു പാർട്ട്, ഒരു സ്റ്റോറീൻ്റെ ഭാഗം മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇത് ഈ ജെൻഡർ ലെൻസ് കൺസിഡർ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഫുള്ളായിട്ട് ഒരു ഇമ്പാർഷ്യലി ആൻഡ് ഹോളിസ്റ്റിക്കലി അവർക്കൊരു ഇവൻറ്റിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ ആംഗിൾസും എക്സ്പ്ലോർ ചെയ്യണം. മീഡിയ ഒരു ന്യൂസ് കവർ ചെയ്യുകയാണെങ്കിൽ എല്ലാ പേഴ്സ്പെക്റ്റീവ്സും നോക്കിയിട്ട് അവർ ആ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയെങ്കിൽ മാത്രമാണ് അവർക്ക് ഇമ്പാർഷ്യലിയും ഹോളിസ്റ്റിക്കലിയും ഒരു ഇവൻറ്റിനെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് അമ്മു ജോസഫിന്. പിന്നെ ലാസ്റ്റ് അവർ എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത് 2 ആഫ്രിക്കൻ വിമൻ്റെ കോട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഷീ തിങ്സ് ദാറ്റ് ദിസ് കോട്ട്സ് വിൽ എഫക്റ്റീവ്ലി സം അപ്പ് her set of reasons, her efforts to ensure gender equality and sensitivity in the media. സോ ഈ 2 കോഴ്സിലൂടെ അവർക്ക് തൻ്റെ എന്താണ് മീഡിയയിൽ ജെൻഡർ ഈക്വാലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന അതിനുള്ള എഫേർട്സ് ചെയ്തതിന് ഒരു സമപ്പ് ആയിട്ട് ഈ 2 കോഴ്സും യൂസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ആരതാണ്? ജസ്റ്റിസ് അത്താലിയ മോലക്കോമെ. ഹു ഈസ് ജസ്റ്റിസ് അത്താലിയ മോലക്കോമെ? She is the first woman attorney general in Botswana. What does Justice Athalia Molokome എന്താണ് പറയുന്നത്? What in the end could be more central to free speech than that every segment of society should have a voice? Nothing is more central to the concept of free speech than every member of the society is getting a chance of expressing his or her opinion irrespective of his or her gender difference. സോ ഒരു സൊസൈറ്റിയിൽ എല്ലാ മെമ്പേഴ്സിനും അവർക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ, തൻ്റെ ഒപ്പീനിയൻ പറയാനുള്ള ചാൻസ് കിട്ടുവാണെങ്കിൽ, തൻ്റെ ജെൻഡർ ഒന്നും നോക്കാതെ if they are given the chance of expressing their opinions, then that is central to free speech. അതാണ് ഫ്രീ സ്പീച്ചിൻ്റെ മെയിൻ സെൻട്രൽ തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഷി കോട്ട്സ് കൊലീൻ ലോവെ മോന. കൊലീൻ ലോവെ മോന ഈസ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ജെൻഡർ ലിങ്ക്സ് which she had founded in the year 2001. Lowa Mona says that when every voice counts, we can stop counting the voices. അതെന്താണ് ഉദ്ദേശിച്ചത്? ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും ഈക്വൽ റിപ്രസെൻറ്റേഷൻ കിട്ടുവാണ്, എല്ലാവരും ഈക്വലാണ്, എല്ലാവർക്കും പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ മാർജിനലൈസേഷൻ വരില്ല, അപ്പർ ലോവർ എന്നുള്ള മാർജിനലൈസേഷൻ വരില്ല. എല്ലാവർക്കും ചാൻസ് കിട്ടിയ എല്ലാവർക്കും ഈക്വൽ റിപ്രസെൻറ്റേഷനാണ്. സോ എല്ലാ വോയിസും കേൾക്കുമ്പോൾ ചില വോയിസ് കേട്ടില്ല എന്നുള്ള അവിടെ ചോദ്യം വരില്ല എന്നാണ് കൊലീൻ ലോവെ മോന അവരുടെ വാക്കുകളിലൂടെ പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് എസ്സേ ജെൻഡർ ജസ്റ്റിസ് ആൻഡ് ദ മീഡിയ. നമ്മളിവിടെ ഇന്ന് കംപ്ലീറ്റ് ആയി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്
ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. യു ക്യാൻ ആസ്ക് മീ. യു ആർ ഫ്രീ ടു കോൾ മീ. ഓക്കെ, താങ്ക് യു.